പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറേ ദിവസത്തിന് ശേഷം നമുക്ക് ഒരു ശാപമോഷം കിട്ടിയിരിക്കുകയാണ്. ചേച്ചി അവിടെ നോക്കണ്ട ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി സാധനങ്ങൾ കുറെ വാങ്ങിക്കാണ്ട് കല്യാണം ഇങ്ങടുത്തു. ആ ചേട്ടൻ പറഞ്ഞു ഈ സാധനം കണ്ട ഇത് ഫ്രിഡ്ജിൽ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ തിന്നു കഴിച്ചേനെ. ഇത് ഇതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചൊക്കെ തിന്നു കഴിച്ചു. പച്ച കപ്പലണ്ടിയാണ്. നാടാനായിട്ട് അത് കപ്പലണ്ടി കൃഷി ചെയ്യുന്നില്ല. കപ്പലണ്ടി ഒരു കടം വേണമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ ഞാൻ തിന്നു തീർന്നു. എന്നിട്ട് എന്നോട് പറയാ അതിലാകെ 10 മണിയടി ഉണ്ടായിരുന്നുള്ളൂന്ന്. നോക്കിയതിൽ നോക്ക് 10 മണിയുള്ളതിലാകെ സെയിം ഇത് തന്നെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 250 ഗ്രാം. 250 500 ഗ്രാം. അത് അപ്പൊ ഇത് 116 രൂപ. ഇന്നാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് കേട്ടാ. അപ്പൊ നമുക്കിന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആർ സി മച്ചാനാണ് കേട്ടാ. ഇന്ന് ഇവന് കഞ്ഞിയാണ്. പിന്നെ സരിത ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കില്ലേ? അതൊക്കെ കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കി തരും. അപ്പൊ ഇവൻ വരുന്നത് കാലത്ത് 10 രാവിലെയാണല്ലോ സമയം. ഈ സമയത്ത് നമ്മള് ഇറച്ചി മീനൊന്നും വെക്കില്ല. കൂട്ടാണ്ട് മീൻ കൂട്ടാനുണ്ട്. നീ പേടിക്കണ്ട. തലേദിവസം മീൻ കൂട്ടാൻ പിറ്റേ ദിവസം ടേസ്റ്റ്. കുടപ്പുളി ഇട്ടച്ച് വെക്കണ കൂട്ടാനുകൾ പിറ്റേ ദിവസം ടേസ്റ്റ്. അപ്പൊ സരിത പോവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജഗ്ഗുന് സ്കൂളിൽ പോണം. ഒന്ന് അയ്യോ പറയാൻ മറന്നു. തൃശ്ശൂർ ജില്ലക്ക് സ്വർണ്ണ കപ്പ് കിട്ടിയാണല്ലോ സ്കൂൾ യുവജനോത്സവത്തില്, കലോത്സവത്തില്. അപ്പൊ യുവജനോത്സവം പറയാലോ. അപ്പൊ കപ്പ് മറ്റേ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജഗു SPCയിലുണ്ടല്ലോ. അപ്പൊ ഒല്ലൂര് ഇവർക്ക് ഇതുണ്ട് കപ്പിന് സ്വീകരണം. അപ്പൊ SPCയിലെ ഡ്രസ് യൂണിഫോം ഒക്കെ ഇട്ട്, പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ജഗുവിന് ഞാനപ്പം അങ്ങോട്ട് പോവാ. അവളെ ഇന്ന് നമ്മള് മഹത്തായ കൂട്ടാൻ വെക്കട്ടെ. എന്തേ കൂട്ടാൻ വെക്കണ്ടേ? കൂട്ടാൻ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അത് വെച്ചോ എനിക്ക് ക്രാവിനെ സ്കൂളിൽ വിടണ്ടേ. ഞാനിവിടെ തമാശ കുക്കറും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചോറും കൂട്ടാനൊക്കെ ചോറ് ഏതാണ്ടായിട്ടുണ്ട്. കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് കാഴ്ച കണ്ടോ. പിന്നെ മീൻ കൂട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാന് ഈ കറുത്തരിയില്ലേ ബ്ലാക്ക് റൈസ് ചാർലി ഓടിവാ മുത്തേ അതുണ്ട് കണ്ട. അതുകൊണ്ട് ഞാൻ കഞ്ഞി വയ്ക്കാൻ പോവാ. അതിനാണ് ഞാൻ കുക്കർ എടുത്ത് വന്നത്. എന്തായാലും അതായത് എനിക്ക് നമ്മുടെ ഈ കുക്കറിലേക്ക് കഞ്ഞിയോട് വെച്ചിരിക്കാലോ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അല്ല വേറെ പണിയില്ല ഇതിൻ്റെ ഇടയിൽ. ട്യൂഷൻ കഴിഞ്ഞെത്തി. അല്ല ചേട്ടൻ പണിയില്ലേ? ഇത് കുക്കറിലാണ്ട് വെച്ചിട്ടാണ് നമുക്ക് പണി തുടങ്ങാം. ഏത് കപ്പലണ്ടിയിലേക്ക് പണി തുടങ്ങാം. മൈക്ക് അവനോട് അരിന്ന് നമ്മൾ കഴുകണ എന്തുട്ടാ അരിയില്ലേ? വില എത്രയാ ഇതിന്റെ വില? നിനക്ക് ഇതിന്റെ വില എത്രയാ ചെയ്യാ? എനിക്കറിയാൻ പാടില്ല. കരിഞ്ഞേരി 1 കിലോന് ഇതിപ്പോ വില എത്രയാ നോക്കട്ടാ. ആളുകൾ ചോദിക്കാറുണ്ട് തന്നെ ഇവിടെ. നമ്മള് സാധാരണ നെല്ല് കൃഷി ചെയ്തിട്ട് കരിഞ്ഞു വരുന്നതാണോ അതോ അവര് കരിച്ചെടുത്തിട്ട് തന്നെയാണോ? കരിഞ്ഞു വരുന്നതാ. അവർക്ക് കേക്കണ്ട തല്ലും തന്നെ പിടിച്ച്. അല്ല ഇനി പുഴുങ്ങിയെടുക്കണതിനാട്ടിൽ കരിഞ്ഞാണോ? ഈ അരി കിട്ടാലിറാ. ഇത് 272 രൂപയാണ് 1 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് 272 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊക്കെ ഇത് കൃഷി ചെയ്താൽ പോരെ? കാശുകാരാവില്ലേ കൃഷിക്കാരൊക്കെ? അപ്പൊ പറയുമ്പടി ഉണ്ടാവില്ല. അതെ, ഇതിന് പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് വെറുതെ ഈ പറയുന്ന പോലെ പാടത്ത് മുഴുവൻ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരി വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് പണി തുടങ്ങാം. ഞാനേ അല്ല ഇത്തിരി കൂടുതൽ വെള്ളം വയ്ക്കുന്നുണ്ട്. ഇത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ. അതേ 3 നിങ്ങൾക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ഇഷ്ടമാണ്? എനിക്ക് അങ്ങനൊന്നുമില്ല. ചമ്മന്തി ആയാലും ഞാൻ കഴിക്കും. അത് വേറെ കാര്യം. ഞാൻ അതായത് 3 കോഴിമുട്ടയെ നാടൻ മുട്ടയോ ഓറഞ്ച് മുട്ടയോ നമ്മുടെ വീട്ടിലത് കോഴിമുട്ട. അതെ കണ്ട 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കഴുകിയോണുന്നുണ്ട്. ഇത് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. എന്താ 1 കോഴിമുട്ട എനിക്ക്, 2 കോഴിമുട്ട നിനക്ക്. കഞ്ഞി ഇതിൽ വെച്ച് മുക്കണ്ട്. എന്തായാലും കഞ്ഞി വേവല്ലേ.
അതിൻ്റെ കൂടെ ഫ്രീ എനർജി. ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്, നന്നായി കഴുകണട്ടാ, കാരണം ഈ കഞ്ഞളടക്കം ഞാൻ നമ്മൾ കുടിക്കുന്നതാണല്ലോ. എന്താ അപ്പോൾ കുഴപ്പമില്ല, മുട്ടയുടെ തോടിൻ്റെ വിറ്റാമിൻ കൂടി കിട്ടും. മുട്ടയ്ക്ക് തോടിന് വിറ്റാമിൻ ചെടികൾക്ക് അത് കിട്ടില്ലറാ, നമുക്ക് നോക്കിയൊക്കെ നമുക്ക് കിട്ടില്ല. തീ കത്തിച്ചു, നമ്മൾക്ക് ഇത് അടപ്പത്ത് വയ്ക്കാട്ടാ. ഇത് നമ്മുടെ ആ സോളാർ സ്ഥലമാണ് ഇത് കേട്ടാ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ മധുരക്കിഴങ്ങ് നട്ടോടുന്നു. ഇവിടെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല, ഇപ്പം മധുരക്കിഴങ്ങില്ല. അതിന് പകരം നമ്മൾ ഇവിടെ കപ്പലണ്ടി സെറ്റാക്കണം കേട്ടോ. കപ്പലണ്ടി ആ അതിനും ആഗ്രഹങ്ങളില്ലടാ കപ്പലണ്ടിക്ക്. എത്ര നാളെ പാക്കറ്റിലിരിക്കല്ലേ? ആ പാക്കറ്റിലിരുന്നിരുന്ന് അത് നോക്കിയ മധുരക്കിഴങ്ങ് വണ്ടാൻ വരുന്നത്. മധുരക്കിഴങ്ങ് തന്നെയാണ് അത്, കണ്ടാ തല ചെത്തിയൊന്നും കണ്ടാ. ഇവിടെ മധുരക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഭൂമിൻ്റെ ഉള്ളിൽ മധുരക്കിഴങ്ങുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഇന്നലെ എനിക്ക് കിട്ടിയില്ലേ അതിന്റെ ബാക്കി പത്രാണത്, കണ്ടാ ബാക്കി മധുരക്കിഴങ്ങ്. അപ്പം ഉണ്ടാവും നമ്മളവിടെ. ഞാൻ ഈ സാധനം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച. എനിക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞില്ല മധുരക്ക്, പക്ഷെ മധുരം ഉണ്ടായിരുന്നില്ലേ, കിഴങ്ങുണ്ടായിരുന്നു. അപ്പം വെറും കിഴങ്ങെന്നാ പറയാൻ പറ്റുള്ളൂ. മധുരം എന്താ മധുരം കയറി വരാത്തോ? ഇതേ മധുരം കയറി വരാത്ത ഇതേ കണ്ട മധുരക്കിഴങ്ങ് കണ്ട. ഇതുകൊണ്ട് ഭംഗിയുണ്ടല്ലോ. അപ്പം ഇതിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ കൈക്ക് ഭയങ്കര വർക്കത്തുണ്ട് തോന്നിട്ട് കേട്ടോ. എൻ്റെ ഇതിൽ വെള്ളം നനയ്ക്കാറുന്നില്ലേ കളിക്കാൻ വേണ്ടിയിട്ട്? അതിന് കൊത്താൻ പോവാ. അല്ല, വെള്ളം നനച്ചിട്ട് കൊത്തുന്നല്ലോ നല്ല. വന്ന് വന്ന് ഞാനും കൃഷി പഠിച്ചു തുടങ്ങി അല്ലേ, ഞാൻ അത് പറയാൻ പോവാണ്. അല്ല, നീ പറഞ്ഞ ഐഡിയ നല്ലതാണ്. അല്ല, അമ്മാവ് വലിച്ചോട് കൂടിയിട്ട് അവിടുത്തെ കണ്ടത്തിലത്തെ കൃഷി ചെയ്യണ്ടല്ലോ, ചെയ്യണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുളക് മേടിക്കണം. അതൊക്കെ മനസ്സിലാല്ലാന്ന് ഞാൻ ഇവിടെ വന്ന് 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 മാറ്റം വന്നു തുടങ്ങി. മാറ്റം വന്നു തുടങ്ങി. നിനക്ക് ഇങ്ങോട്ട് വന്ന് ഒരു മാറ്റം വന്നിട്ടില്ലേ? കുറച്ച്. അല്ല, അപ്പം ഞാനത് പറഞ്ഞു എന്നുള്ളത്. ഇത് കൂടുതൽ അറിവുള്ളവരെ ഈ അറിവില്ലാത്തവരെന്നും പറയാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ വീട്ടിൽ കാറില്ലാതിരിക്കുക, അപ്പം നമുക്ക് പക്ഷെ കാറുള്ളവർ പെട്ടെന്ന് പഠിക്കും, കാറില്ലാത്തവർ കുറച്ച് ടൈമായിട്ട് പഠിക്കും. എന്ത് സംഭവം ഇപ്പൊ അജോന്റെ കൂടെ അജോന്റെ ഫുൾ ടൈം കൃഷിയിലല്ലേ, അപ്പൊ അജോന്റെ കൂടെ നമുക്ക് ഒരു ആഗ്രഹം വരില്ലോ, അത് വരും ഓട്ടോമാറ്റിക് അത് പഠിക്കും. അല്ല, ജഗുന്ന് സ്കൂൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നേ. ഇതല്ലേ കലോത്സവത്തിന്, സ്കൂൾ യുവജനോത്സവത്തിന് 1ാം സമ്മാനം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല സ്വർണ്ണ കപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിത്തണ്ടാവില്ലല്ലോ. സ്വർണ്ണ കപ്പ് കിട്ടിയിട്ട് ആഘോഷിക്കണ്ട, അപ്പൊ പഠിത്തം വേണം. സ്വർണ്ണ കപ്പ് കിട്ടിയിട്ട് ആഘോഷിക്കണ്ട പിള്ളേർക്ക്. അതായത് 1999 തൃശ്ശൂരിന് കൊല്ലത്ത് നടന്ന യുവജനോത്സവത്തിലാണ് തൃശ്ശൂരിന് സ്വർണ്ണ കപ്പ് കിട്ടിയിട്ടുള്ളത്, 1ാം സമ്മാനം. മനസ്സിലായ? അതിനുശേഷം 25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ കപ്പ് കിട്ടിയിട്ടുള്ളത്. 2-3 സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഒന്ന് കിട്ടുമ്പോൾ തന്നെയല്ല ഡിമാൻഡുള്ളൂ. അത് ശരിയാ. അപ്പോൾ ജഗു ഞാനൊക്കെ വിചാരിച്ചു ഇന്ന് സ്കൂളുണ്ടാവില്ല എന്ന് വിചാരിച്ചു. മനക്കോട്ടെ കേട്ടി, പക്ഷേ കാര്യം ഉണ്ടായില്ല, പഠിത്തമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലേ 1982 ഞങ്ങളുടെ സ്കൂളിൽ കുക്കർ വിസിലടിച്ചു. അപ്പോൾ നമുക്ക് സിമ്മിൽ നിന്നിടാം, സിമ്മിലിട്ട് തരാം. പിന്നെ ഒരു 25 മിനിറ്റാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് വേവും. അപ്പോൾ തീന്ന് കുറയ്ക്കാം. അപ്പോൾ 8ലാണ്ട് പഠിക്കുമ്പോഴാണ് 1981-82 കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ സ്കൂളിൽ, ഒല്ലൂർ സ്കൂളിൽ, തൃശ്ശൂർ ജില്ല യുവജനോത്സവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ അവിടെയൊക്കെ മറ്റേ ഗ്രൗണ്ടിലൊക്കെ ഭയങ്കരമായി വണ്ടം പന്തലൊക്കെ കെട്ടി ഭയങ്കര ആഘോഷമാണ്. സദ്യവട്ടങ്ങൾ കുറേ സ്കൂളുകൾ വരില്ലോ. അപ്പോൾ കുറേ കലാപരിപാടികൾ കാണും. അപ്പോൾ നമ്മൾ നാടകമൊക്കെ കാണാറുണ്ട്. നാടകം ഇപ്പോൾ നമ്മൾ പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് കാണുമ്പോൾ ഈ പ്രൊഫഷണൽ നാടകങ്ങളില്ലേ, വേണ്ട അവിടെ ഒരു ഇത് കിട്ടിയ എൻ്റെ വേണ്ടാ. അപ്പോൾ മധുരക്കിഴങ്ങ് കൃഷി ഇവിടെയും ക്ലിക്കന്നെയാണ്. അല്ല, അത് പോട്ടെ. ആ കലോത്സവത്തിന്റെ ടൈമിന് എന്തിട്ടാണ് അജോന്റെ പരിപാടി? ഡാൻസ് ആണ്, നാടകം? അല്ല, അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണല്ലോ നടക്കുന്നത്.
ഭയങ്കര സദ്യ ഇതൊക്കെ. അപ്പോൾ ഈ ആ നാടകത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ അമ്പലപ്പറമ്പിൽ ഇവിടെയൊക്കെ നാടകങ്ങൾ കാണാൻ പോകും. ഈ മറ്റേ ഈ അടൂർ പങ്കജം ഇവരൊക്കെ അഭിനയിക്കുന്ന നാടകങ്ങൾ, തീർത്ഥാടകരെ തേടി, തീരങ്ങൾ, അങ്ങനെ കുറേ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ടമാന നാടകങ്ങൾ കാണാൻ പോകും. എല്ലാ സ്ഥലത്തും കലാപരിപാടികളല്ലേ. അപ്പോൾ സ്കൂൾ യുവജനോത്സവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കാണുമ്പോൾ നാടകങ്ങൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഈ നാടകം 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ളൂ ഒരു നാടകം. മറ്റു നാടകങ്ങളൊക്കെ 2-3 മണിക്കൂറൊക്കെ നാടകങ്ങൾ. നീ കണ്ടിട്ടാ നാടകങ്ങൾ? ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ അമ്പലത്തിലൊക്കെ ഇത് വരുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി 9 മണിയാ, നിങ്ങളുടെ 9 മണി 10 മണിയാ പറയും നാടകങ്ങൾ തുടങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ കുറേ സ്കൂളുകൾ ഇവിടെ ഇരിക്കില്ല. എനിക്കത് പറയുമ്പോൾ ഞാനത് ആലോചിക്കണം അന്നത്തെ കാര്യങ്ങളെ. അപ്പോൾ കുറേ നാടകം തുടങ്ങി, ഒരു നാടകം തുടങ്ങിയിട്ടാണ്. അപ്പോൾ നാടകം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നാടകങ്ങളല്ല. ഈ കറുത്ത ഡ്രസ്സ് ഫുള്ള് പിള്ളേരുകളെ ഇങ്ങനെ ഫുള്ള് ഇതായിട്ട് ബനീനിൻ്റെ കറുത്ത ഡ്രസ്സ്, മുഖത്തിൻ്റെ അവിടെ ഒരു ഇത് എന്താ പറയുക, ഒരു മുഖം മൂടി, ഈ അസ്ഥി തലയോട്ടിയുടെ പോലത്തെ ഒരു ചെകുത്താൻ. എന്നിട്ടേ ഇവരിതിങ്ങനെ കേട്ടാ. അപ്പോൾ ഒരു 3-4 പേരുണ്ടാവും. ഇത് നോക്കേ, നാടകം തുടങ്ങിയിട്ടാ. നാടകം തുടങ്ങിയിട്ട് ഇങ്ങനെ കേട്ടാ. ചെന്നായ്ക്കൾ തിന്നുന്നു മനുഷ്യൻ്റെ കണ്ണുകൾ. അപ്പോൾ അവരെല്ലാവരും ബാക്കിയുള്ള എല്ലാവരും കണ്ണുകൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തത് വീണ്ടും ഇങ്ങനെ പതുക്കെ വന്നിട്ട് ചെന്നായ്ക്കൾ തിന്നുന്നു മനുഷ്യൻ്റെ അസ്ഥികൾ. അപ്പോൾ ഇതന്നെ ഫുള്ളി കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കേട്ടോ. നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ മറ്റേ നാടകങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ആ നാടകം കഴിഞ്ഞ് പിന്നെ അടുത്ത ടീമിനെ വിളിച്ചപ്പോഴുണ്ട് അവരും ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് ചെന്നായ്ക്കൾ തിന്നുന്നു മനുഷ്യൻ്റെ അസ്ഥികൾ. ഇതേ സ്റ്റെപ്പുകളും ഇതായിട്ട് അങ്ങനത്തെ നാടകങ്ങൾ ഒരു 3-4 കഴിഞ്ഞ 3-4 നാടകം ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇങ്ങനത്തെ നാടകങ്ങളാണ് ഈ എന്താ പറയുക അമേച്ചർ നാടകങ്ങളില്ലേ, മനുഷ്യൻ്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഇതുകളാണ് നാടകങ്ങൾ. ഇതേ ചാർലി വരുന്നില്ല. ചാർലിനെ എല്ലാവരും കൊണ്ടുവന്നോ? അതെ. നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? അവിടെ ഇല്ല, ആള് പോകുന്നില്ല. ആള് അവിടെ വന്ന് കിടക്കാറുണ്ട്. ഞാൻ അവിടെ പോകുന്ന കാരനാ. ചാർലിക്കൊരു കൂട്ട് അല്ല, ചാർലിക്കല്ല, പേരയ്ക്കൊരു കൂട്ട്. ഞാൻ ചാർലിക്കൊരു കൂട്ട്. അതെ, ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 1981-82 ആ സമയത്ത് 9 പഠിക്കുമ്പോഴാണ് ഞാനൊരു നാടക സംവിധാനം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. ആ സമയത്ത് ഇതേപോലത്തെ സ്കൂൾ യുവജനോത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒല്ലൂർ സ്കൂളിലത്തെ ക്ലാസ്സുകൾ തമ്മിലുള്ള ക്ലാസ്സുകൾ എന്നല്ല പറയുന്നത്, മത്സരം. സ്കൂളിൽ നടക്കുന്ന യുവജനോത്സവം. അല്ലല്ല, സ്കൂളിൽ തന്നെ. അപ്പോൾ അതിൽ എൻ്റെ നാടകം ഉണ്ടായിരുന്നു. ആ നാടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഈ ഒരു ആരോടും മിണ്ടാണ്ടിരിക്കുക, എന്തെങ്കിലും കണ്ട് പേടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള ഒരു പെൺകുട്ടി, ഒരു വീട്ടിലത്തെ ഒരു പെൺകുട്ടി. അപ്പോൾ വീട്ടുകാർ വിചാരിച്ച് ഈ പെൺകുട്ടിക്ക് ബാധ കയറിയിട്ടുണ്ട് വിചാരിച്ചിട്ട് എൻ്റെ നാടകത്തിൻ്റെ ഉള്ളടക്കം പറയുന്നത്. ഞാൻ വിചാരിച്ചു സൈക്കോകളത്. ഒരു ബാധ കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മന്ത്രവാദിനെ വരത്താണ് നാടകത്തിൽ. അപ്പോൾ നാടകം കാണാൻ കുറേ പേരുണ്ട്. ജഡ്ജിമാരായിട്ട് ചന്ദ്രശേഖരൻ മാഷ്, വിലാസൻ ടീച്ചർ, അങ്ങനെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ മന്ത്രവാദി പൂജ ചെയ്യാനായിട്ട് ഈ പെൺകുട്ടീൻ്റെ മുന്നിൽ ഇത്തിരി പൂജ ചെയ്യാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കള്ളൊക്കെ ഉണ്ടല്ലോ, അന്ന് കള്ളൊക്കെ ക്ലാസ്സിൽ ഒഴിച്ചിട്ട് മന്ത്രവാദി പൂജയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ കള്ളിന് പകരം ഞാനെന്താ ഇതിൻ്റെ ഈ ബിയറിൻ്റെ കുപ്പിയിൽ ഒരു കുപ്പി സംഘടിപ്പിച്ചിട്ട് അതിൽ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടകം തുടങ്ങി. നാടകം തുടങ്ങിയിട്ട് ഈ മന്ത്രവാദി ഈ കള്ള് ഈ കഞ്ഞിവെള്ളം ഗ്ലാസ്സിലൊഴിച്ച് ഇയാൾ ഓരോ പൂവും താങ്ങി വാങ്ങിക്കിയിട്ട് ഇത് ചെയ്യുന്ന സമയത്തുണ്ട് ജഡ്ജിമാരായിട്ട് മാഷും ടീച്ചറും ഇവരൊക്കെ സ്റ്റേജിലേക്ക് കയറി വന്നു. അവർക്ക് ഓരോ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവർക്ക് പരിശോധിക്കണമെന്ന് ഒറിജിനൽ കള്ളാണോ നിങ്ങൾ വേറെ കഞ്ഞിലാണോ എന്ന് അവർക്ക് പരിശോധിക്കണമെന്ന്. നാടകത്തിൻ്റെ ഇടയിൽ വല്ലവരും വന്ന് പരിശോധിക്കൂ. നാടകം കഴിഞ്ഞിട്ടാണ് ചെയ്യുക. നാടകം അതോട് കൂടിയിട്ട് ആകെ നിൽക്കുന്നവരൊക്കെ കാണികളല്ല, അല്ല ഈ കഥാപാത്രങ്ങളല്ലാത്ത ആളുകൾ സ്റ്റേജിൽ കയറി വന്നിട്ട് ജഡ്ജിമാർ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പറയൂ. അജുവേട്ടനെ സംവിധാനം ചെയ്യണമെന്ന് ജഡ്ജസിനെ അറിയോ? ഞാനാണ് സംവിധാനം ചെയ്യുന്നത്. അത് ജഡ്ജസിനെ അറിയോ? അങ്ങനെയാണെങ്കിൽ അജുവേട്ടൻ വേറെ വല്ല കുരുത്തക്കട ഒപ്പിച്ചിട്ടുണ്ടോ മുന്നേ? അപ്പൊ അതും തീർത്തു കൊടുത്തോ? അയ്യടാ, ഞാൻ എത്ര ഡീസൻ്റ് ആയിരുന്നു അറിയോ? എന്നിട്ടേ അവർ വന്നു, അത് നാടകം പൊളിഞ്ഞത് കൂടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഈ കാണികളുടെ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ മന്ത്രവാദി പൂജ ചെയ്യുമ്പോൾ ഈ ഉടുക്കുണ്ട്, ഉടുക്കോട്ടുപാട് സലവൻ്റെ അച്ഛൻ വേലാതിൻ്റെ ഉടുക്കുണ്ട്, അത് കൊണ്ടുപോയിട്ടായിരുന്നു. അപ്പം ഈ ഉടുക്കോട്ടണവൻ്റെ കയ്യിൽ നിന്ന് ഈ കാണികളിലെ എല്ലാവരും കൂടിയിട്ട് തിക്കും തിരക്കിൻ്റെ ഇടയിൽ ആ ഉടുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി കൂട്ടത്തോട് അത് മടിച്ച് അത് പൊട്ടിച്ച് ഓട്ടേക്ക്. അങ്ങനെ കുറേ സംഗതികൾ. എൻ്റെ ഉടുക്കിൻ്റെ കേസിന് ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? അത് പിന്നെ ആള് പിന്നെ കൊടുത്തു, ശരിയാക്കിച്ചതുകൊണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇത്. പക്ഷേ നിനക്കറിയോ, ഞാൻ അന്ന് നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രഥമല്ല, അന്ന് പ്രസംഗ മത്സരത്തിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. കഥാപ്രസംഗത്തിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അല്ല, അത് ഈ സ്റ്റേജ് കയറിയിട്ട് ഓഡിയൻസിനെ കാണുമ്പോൾ പേടിയുണ്ടായിരുന്ന? ഒരു ചുക്കും പേടിയില്ലേ, ബോധമൊന്നുമില്ല. ഞാൻ 15 മണിമാളികര മുകളിൽ വരെ കയറിയിട്ടുണ്ട്. 7ാം നിലയുടെ മുകളിൽ. എനിക്കിപ്പോൾ 2ാം നിലയുടെ മുകളിൽ കയറുമ്പോൾ പേടിയാ. ഞാനാദ്യം പേടിച്ചത്. അപ്പം എന്തിനാ ഇങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ എവിടെയോ എനിക്ക് തകരാറ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ടായി, മറ്റേ അന്തർമുഖനായി മാറി തുടങ്ങി. ആളുകളോട് അധികം സംസാരിക്കില്ല, മാറിയിരിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ല നമുക്ക് ഉണ്ടാവുന്നത്. നാടകം പൊളിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ ലവ് ഫെയിലിയർ അങ്ങനെ ഉണ്ടായി. അതാണ്. അതൊന്നുമല്ല. അല്ല, തന്നെ നമ്മൾ അങ്ങനെ ഒരു 10-16 വയസ്സ് 17 വയസ്സാകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഡിമ്മായി പോയി എന്ന് പറയില്ലേ? ആരോടും മിണ്ടാണ്ടായില്ലേ? അങ്ങനെ മിണ്ടും, സാധാരണ പോലെ മിണ്ടും. പക്ഷെ എവിടെയോ തകരാറ് സംഭവിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ. പിന്നെ ഇപ്പോൾ നാടകത്തിലേക്ക് വീണ്ടും വന്നു. പിന്നെ സാധാരണ പോലെ ഇപ്പോൾ പറഞ്ഞു നമ്മൾ നോക്കിയേ. ഇവിടെ എന്തിട്ട് കൃഷി ചെയ്യാൻ പോയത്? ഇവിടെ മറന്നു പോരുത്. ഇവിടെ നമ്മുടെ കപ്പലണ്ടി നിലക്കടല ഇതേ ആകെ കൊത്തി കളച്ചു കേട്ടാ. അപ്പം പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മകൻ കോടീശ്വരിൽ പങ്കെടുത്തത്. അതിൽ പങ്കെടുത്ത് കൂടിയിട്ട് പിന്നെ എൻ്റെ തലവര മാറി. നിനക്കറിയോ, നമ്മൾ തന്നെ ഉയർത്തി പറയുന്നതല്ല. ഇങ്ങെടുക്ക്, വെള്ളവിടെ നിറഞ്ഞു. കഞ്ഞി എന്താ? കഞ്ഞി 20 മിനിറ്റ് ആയിട്ടില്ല. തീയത്തില്ല, ഇല്ല, വേവില്ലേ? അതെ. നിനക്കറിയോ, നിങ്ങൾക്ക് അല്ല, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കുന്നുട്ടാ. എന്നോട് ചോദ്യം ചോദിക്കണ്ട, ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നീ എൻ്റെ നിങ്ങൾക്ക് മകൻ കോടീശ്വരം പരിപാടി ചെയ്യുന്നുണ്ടാ? എനിക്ക് അതിനധികം മെമ്മറി ഒന്നുമില്ല. ചോദിക്കണത് ഉത്തരം പറയാനുള്ള കഴിവൊന്നുമില്ല. അല്ല, മെമ്മറി വേണമെന്നില്ല. വേണ്ടേ? ഉത്തരം പറയാനുള്ള കഴിവുണ്ടായാൽ മതി. തെറ്റാണെങ്കിലും കോൺഫിഡൻ്റിൽ പറഞ്ഞാൽ അതില്ലേ. ഈ നിങ്ങൾക്ക് മകൻ കോടീശ്വരിൽ എത്രയോ അധികം പേര് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്, ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാന്ന്. അപ്പോൾ ആ ഒരൊറ്റ ചോദ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റി മറിച്ചേട്ടാ. ഇപ്പം എത്ര പേര് ആ കോടീശ്വരിൽ പങ്കെടുത്താൽ എത്ര പേര് അറിയാൻ പറ്റും? എല്ലാവരും അറിയും. ഒരു ടൈമിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഏറ്റവും ജനങ്ങൾ കാത്തിരുന്നൊരു പരിപാടിയായിരുന്നു കോടീശ്വരൻ. പക്ഷേ ഇപ്പം ഞാൻ ആ കോടീശ്വരനിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം, നാടകം അഭിനയിക്കാൻ പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിൽ നിന്നാണ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ കുറേ പേര് അറിയുന്നു. അങ്ങനത്തെ വലിയതൊന്നും പറയില്ല, ചെറിയൊരു സെലിബ്രിറ്റി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ അജുവിൻ്റെ വീഡിയോ എനിക്ക് വേറെ സജസ്റ്റ് ചെയ്തത് അതെന്നറിയോ? ഗോൾഡ് മാല എന്തൊരു ഗോൾഡ് കട്ട് ചെയ്ത സംഭവം ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ആദ്യം. ആ വീഡിയോ ആണ് ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ടത് ഞാൻ. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാർ
തൃശ്ശൂരിൽ ഒരു ഗഡിയുണ്ട്. ഗഡി ഇപ്പോൾ കണ്ടാ കയറി വരാണ്ട്. അത് അന്ന് തന്നെ പറഞ്ഞിട്ട് നീ വീഡിയോ അയച്ചത്. അങ്ങനെയാണ് നിനക്ക് കേട്ടി. ഞാനപ്പോൾ പ്ലെയിന് പിന്നെ നടക്കില്ല. നമ്മൾ ഈ പ്ലെയിനുമായി നടന്നു കഴിഞ്ഞാൽ നീ ഒന്നും കയറില്ല എന്നാണ് പറഞ്ഞു തന്നെ. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ കയറിയിട്ടില്ല, അത് വേറെ കാര്യം. വർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അജോന്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നത്. ആ ഗോൾഡ് ഇപ്പോഴറിയില്ല, ഗോൾഡ് ബിസ്ക്കറ്റ് സംഭവം കാണിച്ചിട്ട് ഇതാക്കണ മാല ഉണ്ടാക്കണ സ്വർണ്ണ ഇതുണ്ടാക്കണത് കമ്മല ഇമ്മല ചെയിനാങ്ങട് എന്തോ ഉണ്ടാക്കണത്. അങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത് വീഡിയോ. ഇനി നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയിട്ടാ കൊത്തി കളച്ചു. ഇനി ഇതിലേക്ക് കുറേ ഈ അവിടെ ഞാൻ കുറേ ഈ ചവറല്ല മറ്റേ ഇതൊക്കെ വാരി വലിച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടാം. ചാർലി റെസ്റ്റ് അല്ല, ചാർലിയുടെ അടുത്ത് വന്നിട്ട് മിണ്ടി. ചാർലി കുട്ടാ ചാർലിയുടെ അടുത്ത് കമ്പനി ഇനി കടിക്കൊന്നുമില്ല. ഇല്ലടാ 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 കടിക്കട്ടാ, കടിക്കുക 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 കടിക്കുക. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇടാം. ഇതൊക്കെ വെറുതെ ഓരോ വളങ്ങളാണ്. വളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വെട്ടി ഒതുക്കിയതും കളഞ്ഞതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇനി വാഴര ഇതുകളുണ്ട്, അതൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഇനി കണ്ട വേസ്റ്റും അതൊക്കെ അതിൽ കൊണ്ടുവന്നിടാം. അതൊക്കെ അതിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാലേ വളയും മാറിയുള്ളൂ. ഇതൊക്കെ ഈ ആലപ്പുഴ കപ്പലണ്ടി കൃഷി ചെയ്യാറുണ്ട് ഇത്ര. ആലപ്പുഴയെ നാളെ ഞാൻ കുറേ നാൾ 2 കൊല്ലം മുമ്പാന്നുണ്ട് കുറേ കർഷകർ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഈ ഇതുകളൊക്കെ കൂട്ടി എല്ലാം മറ്റേ വൈക്കോലിൻ്റെ ഇതൊക്കെ കൂട്ടിയിട്ട് അതിൽ ചവറൊക്കെ കൊണ്ടിട്ട് കപ്പലണ്ടി കൃഷി ചെയ്യുന്നു. ഭയങ്കര കൃഷി ചെയ്യുന്നു. ഞാൻ വേറെ ന്യൂസ് ഇടുന്നത് മറ്റേ കുളവാഴയുടെ മറ്റേതില്ലേ, കുളവാഴയുടെ സ്പോഞ്ച് പോലത്തെ വേരുകളില്ലേ, വേരാ മൊത്തത്തിൽ അതുമ്മ കൃഷി ചെയ്യുന്നത് കപ്പലണ്ടി നന്നായിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു. അതൊക്കെ കൊണ്ടിട്ടാ എല്ലാ സ്ഥലത്തും ഓരോന്നൊക്കെ എടുക്കണതേ. ആ കിടന്ന് പറക്കി അതിലാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളാവില്ലോ. ഇത് ആട്ടുംകാട്ടണം കേട്ടാ, ഒരു അരച്ചാക്ക ആട്ടുംകാട്ടം വെറുതെ ഇടണേ. ഇതിപ്പോൾ ഈ കൃഷിക്ക് വളമില്ലെങ്കിലും അടുത്ത കൃഷിക്ക് വളാവും. ചാണകം ഞാൻ ഇട്ട് കൊടുക്കണില്ലേ, ചാണകം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ചാണകത്തിന് പോലെ ആട്ടുംകാട്ടം പെട്ടെന്ന് ദഹിക്കില്ല. എന്നാലും ഇതാണ് ആട്ടുംകാട്ടേ. ഇതിപ്പോൾ ഒരു 150 രൂപ ആട്ടുംകാട്ടുണ്ട് കേട്ടാ. അറിയോ നിനക്ക്? 150 രൂപ ആട്ടുംകാട്ടുണ്ട്. ആ അവിടെ ഞാൻ അതിട്ട് കൊടുക്കണ്. ഇനി കപ്പലണ്ടി പൊട്ടിക്കാം. കപ്പലണ്ടി അധികം കപ്പലണ്ടി ഇത് വേണ്ട അതിന്. ഫ്രിഡ്ജിൽ കുഴപ്പമില്ല, മുള പോവോ ഇല്ലല്ലോ, എത്ര മതി എനിക്ക് തിന്നാൻ. അപ്പോൾ അത് ആട്ടുംകാട്ടും കപ്പലണ്ടി തിരിച്ചറിയാത്ത പോലെ പോയിട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയാ. അങ്ങനെയല്ലേ ഇതിങ്ങനെ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കും. ആട്ടുംകാട്ടം കൂർക്കപ്പേരി എന്ന് പറയാ, തിരിച്ചറിയില്ല എന്ന് പറയാ. നീ പറഞ്ഞ പോലെ കപ്പലണ്ടി ഈ കളറായാലും അറിയാണ്ടിരിക്കാൻ വഴിയില്ല. ആ തീ കൂടുതലായതുകൊണ്ട് തീ കുറയ്ക്കട്ടെ. അല്ലേ കഞ്ഞി പായസമാവൂലേ? കഞ്ഞി പായസം ആവില്ല, ആ അരി കല്ല. ഇങ്ങനെ ഓരോന്നിങ്ങനെ വിതറി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇപ്പോൾ വിതറി കഴിഞ്ഞ് ചിലപ്പോൾ ചില സ്ഥലത്ത് കൂട്ടായിട്ട് കിടക്കും. അവിടെ ഇവിടെ കിടക്കണ്ടറാ. ഇതിനെ ഈ നമ്മുടെ അവിടെ നിന്ന് അധികം കൃഷി ഇല്ല. തമിഴ്നാട്ടിലാണ് ഭയങ്കര ഇത്. പണ്ട് തമിഴന്മാർ പറയും നിങ്ങൾ ചെയ്യുന്ന കൃഷി രീതിയെ ശരിയില്ല എന്ന് പറയും. അവരുടെ കടയിൽ കിട്ടുന്ന 1 കിലോ ഒരു ഒറ്റ കടയിൽ കിട്ടേ 1 കിലോന്ന്. 1 കിലോ എന്ന് പറയുമ്പോൾ കണ്ടമാനായില്ലേ? ഞാൻ ഇതാക്കണം ഉണ്ടാവട്ടെ. എല്ലാം പിടിക്കണമെന്നില്ല. ഇപ്പം നമുക്ക് വെറും ഒരു പിടി കപ്പലണ്ടിയും പിന്നെ
ഈ ആട്ടുകാട്ട വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ കിടക്കുമല്ലോ, മനസ്സിലായ? മനസ്സിലായി. ആ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കില്ല എന്ന്. ഒരു ചോദ്യം ഉണ്ടാവില്ലോ, എന്തിനാണ് ഇത്രയ്ക്ക് ആട്ടുകാട്ടോണ് എന്നൊക്കെ പറയില്ല. ഇനി മണ്ണിടണം. ഇനി നമ്മൾ ഇതാണ് ഇതിൻ്റെ രീതി. നമ്മുടെ മിഥുല്ലേ എങ്ങനെയാ നോട്ടെ, ഭയങ്കരമായ ബ്രേക്ക് ഡാൻസറാണ്. പണ്ട് ഇപ്പൊ പണ്ട് ഇപ്പൊ ഇല്ല, ഒന്നും അറിയില്ല, ഇപ്പൊ പാവം. രണ്ടിലൊക്കെ കംപ്ലൈന്റ് മറിഞ്ഞിട്ട് ബാക്ക് ഫ്ലിപ്പൊക്കെ ഇല്ലേ, കൈ കുത്താണ്ട് ബാക്ക് ഫ്ലിപ്പൊക്കെ മറിഞ്ഞിരുന്നു ഒരു ടൈമിന്. ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ പെറ്റായി ഒന്നുമില്ല, പക്ഷെ എന്നാലും തണ്ടലൊക്കെ വീക്കായി തുടങ്ങി. ജഗുനി സ്കൂളിൽ കൊണ്ടാക്കാറായി. അപ്പൊ ഈ തടന്ന് കഴിച്ചു കഴിഞ്ഞു. നല്ല ഭംഗി. ഇത് കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് ഒരു സാധനം ഉണ്ടാക്കണ്ടിട്ടാ ഞാൻ. ഇനിയുണ്ടോ? പിന്നെ എന്താ കറിയാണോ അതോ ഒരു തോരൻ? വെറൈറ്റി ഒന്നുമല്ല, പക്ഷെ ആർക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവില്ലെന്ന് മാത്രം. നനച്ചു കൊടുക്കൽ വന്നിട്ടാവാ. എന്താ ജഗ്ഗുവിനെ കൊണ്ടുവന്നാക്കിട്ട് നനച്ചു കൊടുത്താൽ? ആ, ജഗ്ഗുവിനെ കൊണ്ടുവന്നാക്കത്തെ 5 മിനിറ്റ്. അത് അല്ല, അവർക്ക് മറ്റേ ഒല്ലൂരാണല്ലോ സ്വീകരണം കപ്പിനെ. അത് എത്ര മണിക്ക് അവിടേക്ക് ഒല്ലൂരെത്താന്ന് എനിക്കറിയില്ല. അവിടെ SPCയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ ഓക്കെ, അടിപൊളി. നമ്മുടെ തടം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പൊന്തി കഴിഞ്ഞിട്ടേ നമുക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം, നനച്ചു കൊടുക്കാം. ചാർലി പോരാ. അപ്പോൾ ഒരു ബ്രേക്ക്. ജഗുനി സ്കൂളിൽ കൊണ്ടുവന്നാക്കി വന്നു. അപ്പോൾ നമുക്ക് അതിന് വെറുതെ നനച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി സാധനത്തിലേക്കാണ്ട് പോവാം. വെറുതെ നനച്ചു കൊടുക്കണം. അപ്പോൾ നനയ്ക്കൽ കഴിഞ്ഞു. നമ്മുടെ ചാർലിനെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. മിഥുൻ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുവരെ ചെയ്യാത്തൊരു ഇലത്തോരനാണ് വയ്ക്കാൻ പോണത് ഞാൻ. മണിത്തക്കാളിയുടെ ഇല. അപ്പോൾ മണിത്തക്കാളിയുടെ നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷേ ഇല കട്ട കുത്തിയിട്ടുള്ളത് കൂടുതലായിട്ടുള്ളത് അല്ലാണ്ട് അവിടെയാണ്. കണ്ടാ ഇതിൻ്റെ ഇല നോക്കി എന്തോരം ഇല കൂടുതലായി കഴിഞ്ഞ് എന്നിട്ട് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമേ തക്കാളി അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പയറിൻ്റെ ഇല നുള്ളണ പോലെ തന്നെ ഇല നുള്ളാം. ഇത് എറണാകുളത്തെ ഒരു ചേച്ചി പറഞ്ഞു ഇത് ഭയങ്കര ഗുണമുള്ളതാണ് ഈ ഇലന്ന്. അത് നമ്മുടെ കുമാരി ചേച്ചിയും പറഞ്ഞു കേട്ടോ, ഇല തോരൻ വയ്ക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ. അപ്പം ഞാൻ ഇത് ഇല എനിക്ക് കിട്ടാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ല കേട്ടോ. സാധാരണ ചീരയില പോലെയാണോ ഒന്നും അറിയില്ല. ഇത് വയറിൻ്റെ പുണ്ണൊക്കെ വരാണെങ്കിൽ ഏറ്റവും ഗരനാണ്. എന്തായാലും ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കഞ്ഞിക്ക് ഇതാണ്. ഇവനവിടെ സരിത ഓംലെറ്റ് തേങ്ങ മാങ്ങ കഞ്ഞിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞിയല്ല ചോറാന്ന് കൊണ്ട് കേട്ടോ. ചേനുപ്പേരി, ചേനയും കായുള്ള ഈ മെഴുക്ക് പറ്റി കഴിച്ചിട്ടുണ്ട് നീ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഗജേന്ദ്ര ചേനയാണ്, ഗജേന്ദ്ര ചേന. ഗജേന്ദ്ര ചേന എന്ന് പറഞ്ഞ പണ്ടല്ല. ആ അതാ ആ ചേനയുടെ ഉപ്പേരിയാണ് വയ്ക്കുന്നത്.
നമ്മൾ ഇത്ര ഇല അല്ലാണ്ട് അവിടുന്ന് പൊട്ടിച്ചു. നമ്മുടെ അവിടെ ഇലയും ഇട്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഇലകൾക്ക് അത്ര വലിപ്പമില്ല. അവിടെ വെയിൽ കൊള്ളുന്ന കാരണമാണ്. ഈ മണിത്തക്കാളി ഇത് പറഞ്ഞ സാധനം കാണാത്തവർക്ക് കൂടിയിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മണിത്തക്കാളി. കണ്ട, ഇതാണ് മണിത്തക്കാളി. ഈ സാധനം വെറുതെ ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മുളക് കഴിക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? നീയെ പൊട്ടിച്ചെന്നറ. ഞാൻ കഴിച്ചു. പക്ഷേ കഴിച്ച് പൊട്ടിച്ചപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു മണിത്തക്കാളി തന്നെയാണോന്ന് ഡൗട്ടായി. 2 വട്ടം നന്നായി ഒന്ന് കഴുകി കഴിഞ്ഞാലേ അല്ലേ ഇത് നരിയാ. ദൈവമേ, കഞ്ഞി ബ്ലാക്ക് അരിയുടെ ഓർമ്മ പോയിട്ട് പറഞ്ഞു. കഞ്ഞി മൊത്തം കരിച്ചല്ലോ. തുറക്കാം. അമ്പോ കോഴിമുട്ട ഈ പരിവായില്ലോ. 2 കോഴിമുട്ട 3 കോഴിമുട്ട. വേണ്ട കളർ നോക്കിയേ. പൊട്ടിയിട്ടില്ല. പൊട്ടി കഴിഞ്ഞാൽ പരിവാവില്ലേ. അപ്പോൾ ഇന്ന് ചൂടാറട്ടെ. കഞ്ഞി ആയിട്ടാ. കഞ്ഞി ഓക്കെ. കണ്ട, ഇതാണ് കഞ്ഞി. കൂട്ടി പിടിച്ച് പയറിൻ്റെ ഇല അരിനെ പോലെ തന്നെയാണ് കേട്ടാ ഇതിന്. എനിക്ക് തോന്നിയ പോലെ. ഒരു പച്ചമുളക് ഞാൻ പൊടിച്ചു. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനേ എനിക്ക് തോന്നിയതൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടാ. ഈ കടുക് പൊട്ടിക്കണം. ഈ പച്ചമുളക് ഞാൻ ഈ മണിത്തക്കാളിയുടെ ഇലയിരുന്നു. കളയ്ക്കുക. പെട്ടെന്ന് തന്നെ വാടി കഴിയിട്ടാ. ഒരു ഉപ്പ് നോക്കിയിട്ട് ഇടണം, അല്ലെങ്കിൽ കഴിക്കും. കാരണം നമ്മുടെ ഇല കണ്ടമാനം ഉണ്ടെന്നിട്ടേ ഉപ്പ് ഇത്തിരി കുറവ് ഇടാൻ പാടില്ല. കടാ കൂട്ടാൻ നോക്കിയാൽ എന്തിട്ട് കഴിഞ്ഞു. ഒരു വാടി ഒരു പൊട്ട് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു പൊട്ട് കുരുമുളക് പൊടി ഉണ്ട്. നോക്കി എന്തോരം നമ്മളെടുത്തതല്ലേ. കഴിഞ്ഞില്ലേ പാടിയല്ലേ. കോഴിമുട്ട നീ അതിന് കളർ നോക്ക് അരിയിലിട്ടപ്പോൾ. അതിൻ്റെ ഉള്ളിലും കളർ കയറി. പക്ഷേ അതേ ആമ്പോ ഇത് ഉള്ളിലേക്ക് വരെ കളർ കയറി. കണ്ട നോക്കി, ഇത് പൊട്ടിയിട്ടുണ്ട്. കണ്ട അരിയിലെ കളർ കണ്ട വന്നത്. വരച്ച് വെച്ച പോലെ അല്ലേ കോഴിമുട്ടമ്മ. അതേ കണ്ട, അത് പൊളിഞ്ഞാരാണ്. നിനക്ക് 2 കോഴിമുട്ട നീ എടുത്തോട്ടെ. അതിൻ്റെ ഉള്ളിലേക്ക് കളറുണ്ടോ? ഒന്നുകൂടി ചെറുതായ കുറഞ്ഞു വരും. ഉപ്പ് നോക്കിയേക്കാം. ചവർപ്പ് വല്ലതും എന്തുട്ട് അതിൻ്റെ ടേസ്റ്റ്. ഈ കോഴിമുട്ടയുടെ ഉള്ളിലും കളർ കയറിണ്ടെന്ന് നോക്കാം. അല്ല, ഇതിൻ്റെ ഉള്ളിലും കളർ കയറിണ്ടെന്ന് നോക്കണല്ലോ. പൊട്ടിട്ടുണ്ടെങ്കിൽ കയറല്ലോ കോഴിമുട്ടേ. ഇത് വെറൈറ്റി നാടൻ നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടീനെ എനിക്കറിയാലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ കൊണ്ടുപോയല്ലോ. ഇത് എടുക്കട്ടെ. അരവണ പായസം പോലെ തന്നെ ഉണ്ടല്ലേ. നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നീ കുടിക്കുകയാണെങ്കിൽ നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാനിത്തിരി ഉപ്പിടുന്നുണ്ട്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇത്തിരി ഉപ്പിടുന്നുണ്ട്. ചേട്ടൻ ഈ പണിയെടുക്കണതിൻ്റെ ഇടയിൽ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആൾക്കാർ എന്നെ പറയും.
മജു പണിയെടുക്കണം, അതിൻ്റെ ഒപ്പം ഭക്ഷണം ഉണ്ടാക്കണം, മര്യാദക്ക് കഞ്ഞിയും കൂട്ടാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അഹങ്കാരല്ലത്, അഹങ്കാരം എന്നല്ല. ഞാനിത് ഈ കഞ്ഞി ഞാൻ അവിടെ വെച്ച് തരില്ലേ കുക്കറിൽ, ഇപ്പൊ ചേട്ടൻ ഇവിടെ വെക്കണം ഈ പണിയുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേയില്ലേ. സ്കൂളുള്ള കാരണം കൊണ്ട് എനിക്ക് എങ്ങനെയായാലും അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇത് പിടിച്ചേ, നീ ഇതിന്റെ 2 തലേന്ന് കഴിച്ചു നോക്കിയേ. 2 തലേ 2 തരി എക്സ്പ്രഷൻ നല്ല കയ്പ്, മരുന്നിന്റെ ഇല പോലെയില്ലേ, നല്ല കയ്പ്. ഞാൻ തന്നെ വിചാരിച്ചത് ആരാണ് ഈ മണിത്തക്കാളിയുടെ ഇല കഴിക്കാൻ പറഞ്ഞെന്ന് ആലോചിക്കുക. എന്തൊരു കഴിപ്പല്ലേ എത്ര കയ്പ് പറഞ്ഞപ്പോഴേക്ക് മണിത്തക്കാളിയുടെ ഇല കഴിക്കില്ലേ? കഴിക്കും, നല്ലതാന്ന് പറയണ, വയറ് നല്ലതാണ്. അൾസർ കുമാരേച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ തോരൻ വെച്ച് കഴിക്കണം അടിപൊളിയാന്ന്. ഞാൻ കുമാരേച്ചിയോട് ചോദിച്ചോട്ടെ. എന്ത് 2 പഞ്ഞതാണ്, അതും കയ്പ് ഇതും കയ്പ് അല്ലേ? ഇതല്ല നിനക്കുള്ള ഫുഡ്? മുട്ട പുഴുങ്ങിയത് കഴിച്ചാ? നോക്കി എന്റെ കളർ ഇങ്ങനെയില്ല ഇതിലിട്ട് കഴിച്ചായിരുന്നു. അതല്ലാന്ന് ഇതിന്റെ ഇലര 100 ഭേദമായി കഞ്ഞി. അതെ ചേട്ടൻ അല്ലെങ്കിൽ നല്ല രസമുണ്ട് എന്ന് പറയാറ്. മോട്ടർ നിർത്താറേ, വെള്ളം നിറഞ്ഞു പോകണ്ടല്ലോ ഇവിടേക്ക്. എവിടെയിട്ടാണ്? തെങ്ങിൻ്റെ അടക്കല. നല്ല എക്സ്പ്രഷൻസ്. ചേച്ചി എൻ്റെ ബ്ലൗസ് തയ്ച്ചത് വാങ്ങിക്കാൻ വന്നതാ, അതുപോലത്തെ തയ്ക്കാൻ കൊടുക്കാനായിട്ട്. ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമായി തയ്ച്ചത്. അപ്പൊ അതുപോലെ വർക്കൊന്നും ചെയ്ത് കിട്ടില്ല ഇവിടെ. ചേച്ചിയുടെ ബ്ലൗസുകൾ തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ഇവിടെ അടുത്തൊരു തയ്ക്കണ ഒരു പെൺകുട്ടിയിലാണ്. മിഥുൻ ഇത്തിരി കഴിക്കില്ലേ? അതും പറഞ്ഞിട്ട് നീങ്ങി പോണു. നീ ഒരു വായെടുത്ത് കഴിച്ചു നോക്കിയാ, എന്നിട്ട് മതി. എന്നിട്ട് ബാക്കി മണ്ണടിച്ചിട്ടല്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ. നീ പൊട്ട് കഴിച്ചു നോക്കിയാ. നീ എടുത്തേല് മുളകിന്റെ ഭാഗണ്ടേ, അത് നല്ല എരിയുള്ളേ, കുഴപ്പമില്ല അല്ലേ? വീഴൂട്ടാ. അത് മതി, നിർത്താം നമുക്ക് കേട്ടാ. ഇന്നെന്തൊരു ചെയ്ത ചേട്ടൻ? അത് നട്ടാ? അത് ചേട്ടൻ കഴിച്ചു നട്ടു. ആ അതിലെന്തിട്ട് നിറച്ച് കമ്പും കോലൊക്കെ കാണണേ? അത് ചപ്പ് ചവറ് സാധനം ആണോ? പിന്നെന്തൊരു ചെയ്ത? പിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കൂട്ടാൻ വെച്ചു ആ കണ്ട, അത് കാരണം എന്താ കൃഷിപ്പണിയുടെ സമയം പോയില്ലേ. നീ അങ്ങനെ ചെയ്യില്ല. അപ്പൊ എന്തായാലും മനോഹരമായ, ഞാൻ ചോദിച്ചതാ ഒക്കെ കൂടി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ പറഞ്ഞു ഒത്തൊക്കെ ഞാൻ ചെയ്യും, അത് കുക്കറിൽ വെച്ച് അത് അവിടെ വെന്തോളില്ലേ, ഞാൻ അവിടെ അപ്പളേക്കും പണിയെടുക്കും മറ്റേ മറിച്ചതെന്നൊക്കെ. അത് ശരി, അറിയാത്ത പിള്ള ചൊറിയും പറയും. ചൊറിഞ്ഞ പറഞ്ഞില്ലേ എന്താ? പക്ഷെ നല്ല ഹെൽത്തി സാധനല്ലേ? അറിയാം. അയ്യോ ഓക്കാനും വരണ്ട, വായ കൂട്ടി കടിച്ചതാ. ആ ഞാൻ ഇതിനാണ്ട് പോക്കാനിക്കാൻ പോവാൻ. അപ്പൊ നമ്മൾ നിർത്താണ്. മിഥുനുമായിട്ട് മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു. അതെ, ഇതിലും നീ കത്തി വെച്ച് കൊന്നാ കൊടുവാളായിരുന്നു. വീഴുട്ടാ ബാക്കിൽ ആ മോട്ടറിന്റെ ഇതുണ്ട്. ഞാന് ടേസ്റ്റ് ഉള്ള ഫുഡ് അവന് കൊടുത്തിട്ടെ. അതിനാ. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.